എല്ലാ ഫ്രണ്ട്സുകൾക്കും നമസ്കാരം. വീണ്ടും ഞാൻ ഈ വീട്ടിൽ വരേണ്ടി വന്നു, ഒരാവശ്യം വന്നു. ഞങ്ങൾ 1-2 വീഡിയോ ഈ ഷാജിയെ എൻ്റെ അമ്മച്ചിയെയും കുറിച്ച് ഞങ്ങൾ വീഡിയോ ഇട്ടിരുന്നു. അവനെ വിളിച്ച് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ഒരാൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പൈസ തന്ന് സഹായം ചെയ്തപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അവന് നടക്കാനൊക്കെ ഇപ്പം ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവന് ഒരു ലോട്ടറി കച്ചവടം ചെയ്യുന്നതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞായിരുന്നു. ചെയ്യാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ എൻ്റെ അന്നന്നത്തെ ജീവിതത്തിനുള്ളത് വഴിയാകുമെന്ന്. അപ്പോൾ ആ വീഡിയോ കണ്ട് മനസ്സലിഞ്ഞ ഒരു സഹോദരി അവന് ലോട്ടറി കച്ചവടം ചെയ്യാൻ കൊടുക്കാൻ പറഞ്ഞൊരു 5000 രൂപ എൻ്റെ പേരിൽ അയച്ചു തന്നു. അപ്പോൾ അത് അവനെ ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നത്. ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പലരും അറിയണമല്ലോ, അങ്ങനെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞ് മനസ്സുണ്ടെന്ന് പറഞ്ഞ പലരും ഉണ്ട്. പക്ഷേ ആരും അങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. 1-2 പേരും കണ്ട് 100-300 രൂപയൊക്കെ കൊടുത്തോളെന്ന് അവൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ സഹോദരി അതിലൊരു 5000 രൂപ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നാളെ മുതൽ ലോട്ടറി എടുത്ത് പുറത്തൊക്കെ കൊണ്ട് നടന്ന് വിറ്റോളാന്നാണ് പറയുന്നത്. അപ്പോൾ അവന് ഇനി ഒരു വടിയും കൂടെ ആവശ്യമാണ്. പിന്നെ അവൻ്റെ ചെരുപ്പ് പോയേക്കുന്നു. ചെരുപ്പ് നാളുകളായത് അത് പോയേക്കുന്നു, അത് മേടിക്കണം. ഇനി അവന് ഊന്നി നടക്കാൻ ഒരു വടിയും ആവശ്യമാണ്. വടിയുടെ സഹായം ഇല്ലാതെ നടക്കാൻ പറ്റത്തില്ല. ഇനി സന്മനസ്സുള്ളവർ സഹായിക്കുക. ആ പൈസ ഞങ്ങൾ ഷാജിയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ ന്യൂസിലാൻഡിൽ നിന്നൊരു സഹോദരി വിളിച്ച് ഒരു 500 രൂപയും കൂടെ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഗൂഗിൾ നമ്പറിൽ ഇട്ട് തന്നാൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഫോണൊക്കെ പിന്നെ നമുക്ക് വാങ്ങിക്കാം, ഫോണൊക്കെ കേടാന്നാണ് പറയുന്നത്. അപ്പം ആ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ്. സന്മനസ്സുള്ളവർ വിളിക്കുക, സഹായിക്കുക. അപ്പോഴേ ഞങ്ങളിത് വന്ന കാര്യം ആദ്യമേ പറഞ്ഞല്ലോ, ഈ ഷാജിയെ കാണാൻ വേണ്ടിയാണ്. ഈ ഷാജിക്ക് ചില സഹായങ്ങൾ ഇതിനു മുമ്പ് ഞങ്ങൾ വീഡിയോ എടുത്തു. അത് പലരും കണ്ട് പല ചെറിയ സഹായങ്ങൾ ചെയ്തു. എന്നാൽ ഇന്ന് ഒരു സഹോദരി തന്ന ഒരു സഹായം 5000 രൂപ. അതുകൂടാതെ ന്യൂസിൽ നിന്ന് ഒരു സഹോദരി ഒരു 500 രൂപ തന്നു. അങ്ങനെ 5500 രൂപ ഈ ഷാജി ഏൽപ്പിക്കുകയാണ്. എന്തിനാണ്? ഷാജിക്ക് ഒരു തൊഴിൽ ചെയ്യാൻ. കാരണം അവന് ഒരു കൂലിപ്പണിക്ക് പോകാനോ അല്ല മറ്റുള്ള കടകളിൽ ചെന്നിട്ട് ഒരു ജോലി ചെയ്യാനും അവനെ കൊണ്ട് സാധിക്കില്ല. അവൻ്റെ കാലിൻ്റെ ബലഹീനത കൊണ്ട് കാണിച്ചല്ലോ. അപ്പം അവന് ലോട്ടറി എടുത്തിട്ട് ആ ലോട്ടറി കച്ചവടം ചെയ്യാൻ വേണ്ടിയാണ് ഈ തുക ഷാജി ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഷാജി അത് തുടർന്ന് ആ ലോട്ടറി കച്ചവടം ചെയ്ത് അവൻ്റെ കാര്യങ്ങൾ നടത്തട്ടെ. ഇനിയും മനസ്സുള്ളവർ, നല്ല മനസ്സുള്ളവർ അവനെ സഹായിക്കുക. ഇത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ആ പൈസ അവനെ ഏൽപ്പിക്കുകയാണ്. എന്താ ഷാജി? ഓക്കെ. ആ പൈസ ഞങ്ങൾ ഷാജിയെ ഏൽപ്പിച്ചു. ഇവിടെ ഇങ്ങനെ വരാനും ഇവരെക്കുറിച്ച് അറിയുവാനും ഒക്കെ ഇടയായതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ പലരും ഉണ്ട്. അവശതയാൽ അന്വേഷിക്കാൻ ആരുമില്ലാതെയും മദ്യപാനത്തിന് അടിമയായവരും കാല് നഷ്ടപ്പെട്ടവരും കൈ നഷ്ടപ്പെട്ടവരും സുഖമില്ലാതെ കിടക്കുന്നവരും ഒക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ പലരെയും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. എന്നും പറഞ്ഞ് ഞാൻ സമ്പന്നയാണെന്നല്ല പറഞ്ഞത്. ഞാൻ അങ്ങനെ ഒരു മനസ്ഥിതി കാണിച്ച് ഇവിടെ വന്നു ആ വീഡിയോ ഇട്ടത് കൊണ്ട് പല കാര്യങ്ങളും അവർക്ക് ഉപകാരമായി. ഇതുപോലെ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഈ പരിപാടിയെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയുള്ളവരെ സഹായിക്കാനുള്ള സന്മനസ് നിങ്ങൾ കാണിക്കുക. പലരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാൻ അങ്ങ് ചെയ്യാം ഇങ്ങനെ ചെയ്യാം. പക്ഷെ ആരും പിന്നെ വിളിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ തന്നെ നമുക്കൊരു സങ്കടാവസ്ഥ. എല്ലാവരും കൈകൂപ്പും വീഡിയോയ്ക്ക് ഞങ്ങൾ ചെയ്യാമെന്ന് പറയും. പക്ഷെ പിന്നെ ആരും ഒന്നും വിളിച്ചിട്ട് പോലും ഇല്ല. പക്ഷെ അത് കണ്ട സ്പോട്ടിൽ അതാണ് വിശക്കുന്നവനാണ് ആഹാരത്തിന് ആവശ്യം, കുളിരുമ്പോൾ ഇല്ലാത്ത കുപ്പായം എന്തിനാ. അപ്പോൾ ഈ പൈസ തന്നെ എന്നോട് അയച്ചു തന്ന സഹോദരി പറഞ്ഞു, നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാതെ ഞാൻ പറഞ്ഞു, വിശക്കുന്നവനാണ് അച്ചായ ആഹാരത്തിന് ആവശ്യം, നമുക്ക് ഇന്ന് തന്നെ അതുകൊണ്ട് കൊടുക്കാം, അവനത് തൊഴിൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇന്ന് വന്ന് ഇവിടെ കൊടുക്കാനിടയായത്. ഷാജി, നിനക്ക് എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? എന്നെ ഇതുവരെ സഹായിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി അവനൊരു ചെരുപ്പും ആവശ്യമാണ്, ഒരു വടി ആവശ്യമാണ്. സന്മനസ്സുള്ളവർ സഹായ ഹസ്തം നീട്ടുക.